എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ ഡൽഹിയിലാണുള്ളത്. അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, പുട്ട്, കടലക്കറി അങ്ങനെ സൗത്ത് ഇന്ത്യൻ ഫുഡാണ് കിട്ടിയത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ആഗ്രയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യമുന എക്സ്പ്രസ് വേയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ഒരു 1.5 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് ഞങ്ങൾ ആഗ്രയിലെത്തി. ആദ്യത്തന്നെ പോയത് ആഗ്ര ഫോർട്ട് കാണാനായിരുന്നു. ആഗ്ര ഫോർട്ടിലെത്തിയപ്പോൾ ഞങ്ങളുടെ ടൂർ കോർഡിനേറ്റർ മനു ഞങ്ങൾക്ക് ഒരു ഗൈഡിനെ ഏർപ്പാടാക്കി തന്നു. അദ്ദേഹം ഞങ്ങൾക്ക് കോട്ടയിലുള്ള ഓരോ സ്ഥലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം ഞങ്ങൾക്ക് വിശദമായി വിവരിച്ചു തന്നു. അവിടുത്തെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത്. ഞങ്ങൾ അവിടുന്ന് പിന്നീട് പോയത് താജ്മഹൽ കാണാനാണ്. 7 വണ്ടേഴ്സിലൊന്നായ താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ പത്നിക്ക് വേണ്ടി, മുംതാസ് മഹലിന് വേണ്ടി നിർമ്മിച്ചത്. വെണ്ണക്കല്ലിൽ തീർത്ത ഒരു മഹാത്ഭുതം. കുറച്ചധികം നേരം ഞങ്ങളവിടെ ചെലവിട്ടു. താജ്മഹൽ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ മധുരയിലേക്കാണ് പോയത്. മധുരയിലെ പ്രേം മന്ദിറിലേക്ക് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലൊക്കെ ഓട്ടോറിക്ഷകളിൽ ഒരു 10-16 പേര് ഒരുമിച്ചൊക്കെയാണ് യാത്ര ചെയ്യാറ്. കേരളത്തിലുള്ള നമുക്ക് ഇതൊരു വളരെ രസകരമായ അനുഭവം തന്നെയായിരുന്നു. കൃഷ്ണൻ്റെ ജന്മഭൂമിയായ പ്രേം മന്ദിറിൽ നമ്മൾ കുറച്ച് സമയം ചെലവഴിച്ചു. പിന്നീട് അവിടുന്ന് ഞങ്ങൾ ഡൽഹിയിലോട്ട് തന്നെ തിരിച്ചു പുറപ്പെട്ടു. ഡൽഹിയിലെത്തിയതിനു ശേഷം ഞങ്ങൾ ഞങ്ങളുടെ നാടൻ കുത്തിരി ചോറൊക്കെ കഴിച്ചു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.